മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ടതോടെയാണ് വീട്ടുകാർ ഫോൺ വാങ്ങിവെച്ചത്. കാശിക്ക് പോവുകയാണെന്നും ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് അലിയുമെന്നും കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ശിവസൂര്യ വീട് വിട്ടിറങ്ങിയത്. കണ്ണൂരില് മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് ഒരു 17-കാരൻ നാട് വിട്ടുപോയി. വിഷമം കാരണം കൊണ്ട്. വേറെ എവിടേക്കും അല്ല, കാശി. നല്ല ബെസ്റ്റ് പ്ലേസ് അല്ലേ? ഭക്തിമാർഗം കൊണ്ടായിരിക്കാം. പക്ഷെ ഈ വിഷയമൊന്നും എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതെന്താ കാരണം? ചെക്കന് ഭ്രാന്താണെന്ന് വല്ലതും വിചാരിച്ചിട്ടായിരിക്കാം ആൾക്കാരൊന്നും പ്രതികരിക്കാത്തത്. സംഭവം ഒന്നുമല്ല, മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്. ഇത് മൊബൈൽ മാത്രമാവണമെന്നില്ല, ഒരുപാട് കാര്യങ്ങളിൽ അഡിക്ഷൻ ഉള്ള വ്യക്തികൾ ഉണ്ടാവും. അവരെ ഇതേപോലെ പെട്ടെന്ന് ഒരു ദിവസം നീ അത് ഉപയോഗിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. ഇന്ന് ഓൺലൈനിൽ ഒരുപാട് അവൈലബിൾ ആയ ഗെയിംസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഗെയിം ഒന്ന് മെച്ചപ്പെടുത്തണമെങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ കുറച്ച് പൈസ കടം വാങ്ങിയിട്ട് ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഗെയിം കളിക്കാൻ തുടങ്ങി. ഒരു 50,000 രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സംഭവം എല്ലാം മനസ്സിലാക്കി വീട്ടുകാർ പറഞ്ഞു, നീ ഇനിമാതിരി മൊബൈൽ ഒന്നും ഉപയോഗിക്കേണ്ട, നീ അവിടെ മാറി നിൽക്കുന്നത് പറഞ്ഞിട്ട് സെക്കൻഡിൽ നിന്ന് വാങ്ങി വെച്ചതും പിറ്റേ ദിവസം ഒരു കത്ത് എഴുതി വെച്ചിട്ട് മൂപ്പരാൾ ഒരു കാശിക്കണ്ട് വിട്ടു. മൊബൈൽ അഡിക്ഷൻ പെട്ടെന്ന് ഒരിക്കലും അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് എന്ത് അഡിക്ഷൻ ആണെങ്കിലും. ഡോപ്പമീൻ പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു ഉണർവ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഡോപ്പമീൻ ഹൈ ലെവലിലൊക്കെ പോകുന്നത്. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്ത രീതിയായിരിക്കും. ഈ കുട്ടിക്ക് അത് മൊബൈൽ ഫോൺ ആണെങ്കിൽ പല ആൾക്കാർക്കും പല രീതിയിൽ. അത് പിന്നീട് അത് കിട്ടാതാവുമ്പോൾ ഇതേപോലത്തെ ഉള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ മെല്ലെ മെല്ലെ മാറ്റാനേ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം അത്രയും നാള് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവനെ പിടിച്ചിട്ട് നീ ഇനി യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ സംഭവിക്കുള്ളൂ. അതായത് ആ മുമ്പത്തെ കിക്ക് കിട്ടാണ്ടാവുമ്പോ, ആ ഗെയിം കളിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടാണ്ടാവുമ്പോ മൈൻഡ് ആകെ ഔട്ടാവും, ഡിപ്രഷനിലോട്ട് വരെ പോകും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ വീട്ടുകാർ ശ്രദ്ധിക്കാൻ നോക്കുക. എന്ത് അഡിക്ഷൻ ആണെങ്കിലും മെല്ലെ മെല്ലെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പറിച്ചെടുത്ത് കളയാനൊന്നും പറ്റില്ല. ഇതേപോലെ ഗെയിമും കാര്യങ്ങളൊക്കെ അഡിക്റ്റ് ആയ ആൾക്കാരോടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ മാത്രം ചെയ്യുക. കടം വാങ്ങിയിട്ടും ഇതേപോലത്തുള്ള പരിപാടി കാണിച്ചിട്ടൊന്നും ഇതേപോലെ ഗെയിമുകളിൽ ടോപ്പപ്പ് ചെയ്യാതിരിക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ അത് വള്ളിയേ ഉള്ളൂ. കടം വരുമ്പോ അവനവൻ കുടുങ്ങും. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് വീട് വിട്ടുപോയ 17-കാരനെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് വീട്ടുകാർ. കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശിയായ +2 വിദ്യാർത്ഥി ശിവസൂര്യയാണ് 3 ദിവസമായി കാണാതായത്. മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ടതോടെയാണ് വീട്ടുകാർ ഫോൺ വാങ്ങിവെച്ചത്. കാശിക്ക് പോവുകയാണെന്നും ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് അലിയുമെന്നും കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ശിവസൂര്യ വീട് വിട്ടിറങ്ങിയത്. ഇതാണ് 17-കാരൻ ശിവസൂര്യയുടെ വീട്. ശനിയാഴ്ച മുതലാണ് ശിവസൂര്യയെ കാണാതായത്. ശിവസൂര്യയും അനിയത്തിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉച്ചസമയമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശിവസൂര്യയെ വിളിക്കാൻ അനിയത്തി ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ കട്ടിലിൽ മൂടി പുതച്ച ശിവസൂര്യ കിടക്കുന്നത് പോലെ തോന്നി. ഏറെ നേരം വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. പിന്നീട് ആ പുതപ്പ് മാറ്റിയപ്പോഴാണ് 3-4 തലയണ അടുക്കി വെച്ച് അതിന് മുകളിൽ പുതപ്പ് മൂടിയതാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ കളിക്കാൻ പോയതാണെന്ന് കരുതി വൈകുന്നേരം വരെ കാത്തു. വൈകുന്നേരം വരാത്തതിന് ശേഷമാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്. അടുത്തുള്ള ഈ പോയ വഴിക്ക് 1-2 പേര് കണ്ടു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത് അപ്പുറത്തെ വീട്ടിലൊരാൾ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ലോഗിൻ ചെയ്തിട്ടാണ് പോയത്. പോലീസ് നോക്കിയിട്ട് ഏതെങ്കിലും CCTV അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിട്ട് പോലീസുകാർ പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നിലും കണ്ടിട്ടില്ല. അവർ ഇന്ന് രാവിലെയും കൂടി നോക്കി, ഒന്നിലും കണ്ടിട്ടില്ല. എന്താണ് ശരിക്കും ഉണ്ടായത് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ? ഒരുപാട് ഗെയിമെല്ലാം ഇതിൽ പണം കൊടുത്തിട്ടാണല്ലോ അതെങ്ങനെയാണ് ആ പണം കിട്ടിയിരുന്നത്? ഫാം പേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആപ്പ് അതിൻ്റെ അകത്ത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ അതിലേക്ക് ക്യാഷ് വന്നതായിട്ട് അപ്പോൾ എനിക്ക് മൊബൈലിനെ പറ്റി അധികം അറിയില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിന് മൊബൈൽ ഷോപ്പാണ്, അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവനത് പിന്നെ ഡീറ്റെയിൽ എടുത്തതിന് ശേഷം നമ്മൾ അവനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഏകദേശം അതിന് ഉറപ്പായതിന് ശേഷം തോന്നുന്നു അവന് ഇത് ആയത്. 1-2 ബന്ധുക്കളോട് നമ്മളറിയാതെ അതിലേക്ക് പൈസ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അവനിങ്ങനെ പൈസ ചോദിച്ച് നമ്മൾ കൊടുത്തിരുന്നുള്ളൂ. ഈ സമീപത്തൊന്നും നടത്തിയ തെരച്ചിലിൽ ശിവസൂര്യയെ കണ്ടെത്താനായിട്ടില്ല. ബന്ധുവീടുകളിൽ ചെന്നിട്ടില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ച 17-കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോ ആലോചിക്കുക, നാണം കെടുക നിങ്ങൾ തന്നെയാണ്. ചാവുന്ന വരെ ഈ നാണക്കേട് ഉണ്ടാവും. പിന്നെ വേറെ വേറെ ഓരോ കോണ്ടന്റുകളും ഓരോരോ ന്യൂസുകൾ വന്നാലും നിങ്ങളുടെ പേര് എപ്പോഴും അതേപോലെ തന്നെ അറിയപ്പെടുക. സോ ഇങ്ങനത്തെ വള്ളികളിലൊന്നും ചെന്ന് പെടാതിരിക്കുക, അത്രേ പറയുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും കാശി ഭാഗത്തോ എവിടെ എന്തെങ്കിലും ഫോട്ടോ കണ്ടല്ലോ ആളെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് DM ചെയ്യുക, അഥവാ എടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്നൊരു കംപ്ലൈന്റ് കൊടുക്കുക. അപ്പൊ എന്തായാലും ഇതേപോലത്തെ അഡിക്ഷനും കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.